ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പെബിൾസാണ്. നമ്മളിന്ന് വലിയൊരു ന്യൂസ് മാർക്കറ്റിലുണ്ട്. കാര്യം ഇന്ന് വെളുപ്പാങ്കാലത്ത് US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് സംതിങ് അറൗണ്ട് 500 പോയിന്റ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് 500 പോയിന്റ് താഴെ പോയത് കൊണ്ട് തന്നെ, 500 പോയിന്റ് മേളിൽ താഴെ പോയത് കൊണ്ട് തന്നെ S&P 500ലും അത് ഡ്രാഗ് ചെയ്തു. S&P 500ഉം 70 പോയിന്റിന് -70+ പോയിന്റ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്യാറില്ല? നാസ്ഡാക്ക് താഴെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചൈനയിലേക്ക് ചിപ്പ് മേക്കിംഗ് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ ക്ലാമ്പ് ഡൗൺ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുള്ള ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ റേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം തൈവാന് ഡിഫൻസ് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്ന US ആണ്. അദ്ദേഹം തൈവാനോട് അതിൻ്റെ പൈസ തിരിച്ചു തരണമെന്നുള്ള കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ന്യൂസ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ന്യൂസ് ബ്ലൂംബർഗ് ബിസിനസ് വീക്കിൽ ട്യൂസ്ഡേ ഈവനിംഗ് ആണ് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ, വെനിസ്ഡേ US മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ, തൈവാനിലെ ലാർജസ്റ്റ് ചിപ്പ് മേക്കറാണ് തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചർ എന്ന കമ്പനിയുടെ സ്റ്റോക്സ് 11.3% പ്രീ മാർക്കറ്റിൽ തന്നെ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് രണ്ടും ശരിക്കും നാസ്ഡാക്കിന് വലിയ പ്രഷർ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നാസ്ഡാക്ക് ബേസിക്കലി അണ്ടർ പ്രഷറിലാണെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സ് എങ്ങനെയാണ് ഇന്ന് റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമ്മൾ തീർച്ചയായും ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ S&P 500 70 പോയിന്റ്സോളം താഴെ പോയത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നിഫ്റ്റി അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായും ഒബ്സർവ് ചെയ്യണം. അടുത്ത കാര്യം, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റിസൾട്ട് വന്നു. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് ഇത്രയും നിഫ്റ്റി കയറിയിട്ട് പോലും ഏഷ്യൻ പെയിൻറ്റ്സിലെ ആ ഒരു കയറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. ഏഷ്യൻ പെയിൻറ്റ് റിസൾട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 24.54% ഡിപ്പാണ്. ഫസ്റ്റ് ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് താഴെ വന്നിരിക്കുന്നത് 1550.37 കോടിയുടെ സ്ഥാനത്ത് 1169.98 കോടിയേ പ്രോഫിറ്റ് വന്നിട്ടുള്ളൂ. റവന്യൂ ഫ്രം ഓപ്പറേഷനും താഴെ പോയിട്ടുണ്ട്, 2.32% കഴിഞ്ഞ കൊല്ലം Q1 ആയിട്ട് സംഭവം നേരത്തെ. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് നെറ്റ് സെയിൽസും ഡിക്രീസ് ആയിട്ടുണ്ട്. ഓവറോൾ പെർഫോമൻസ് ഈസ് വെരി വെരി ബാഡ് എന്ന് എടുത്തു പറയേണ്ടി വരും റിസൾട്ടിനെ സംബന്ധിച്ച്. നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ജൂപ്പിറ്റർ വാഗൺ ഷെയറിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ്. ഷെയർ ട്യൂസ്ഡേ 5.73% താഴെ വീണിട്ട് ഷെയർ 662.05 സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ 11.5% ആണ്. ഓൾ ടൈം ഹൈ 748 സ്റ്റോക്ക് താഴെ പോയത്. 748 ജൂലൈ 5 നമ്മൾ കണ്ടത്. മൾട്ടിബാഗ് റിട്ടേൺ കൊടുത്തൊരു സ്റ്റോക്കാണ് കഴിഞ്ഞ കൊല്ലം. 106.96% റിട്ടേൺ കൊടുത്ത സ്റ്റോക്കാണ്. ആൻഡ് BSEയും NSEയും ജൂപ്പിറ്റർ വാഗൻസിനെ ലോങ് ടൈം ASM അഡീഷണൽ സർവൈലൻസ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഫ്രെയിംവർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്ത സ്റ്റോക്ക് 11.5% താഴെ പോയെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിക്ക് EMA 10 നിന്നും EMA 21 നിന്നും സ്റ്റോക്ക് താഴെ പോയി. ഫിബ് ലെവല് 0.236 താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഒരു പക്ഷേ ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ടിലാണ് കിടക്കുന്നത്. ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് തിരിച്ച് കയറുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അത് തീർച്ചയായും ആ ഒരു സോൺ, ഇപ്പോഴത്തെ കറന്റ് സോൺ ഡബിൾ ബോട്ടം സപ്പോർഷനാണ്. അത് അറൌണ്ട് 650 അടുത്ത ഫിബ് ലെവല് അവിടുന്ന് താഴെ പോവുകയാണെങ്കിൽ 636.40 ഉള്ളെന്ന് മനസ്സിലാക്കണം. 0.32 ഫിബ്. കറന്റ് സ്റ്റാറ്റസിലെ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? സ്റ്റോക്കിൽ റിജക്ഷൻ വരുന്നുണ്ടോ, ലോവർ റിജക്ഷൻ വരുന്നുണ്ടോ, അതോ സ്റ്റോക്ക് വീണ്ടും താഴെ പോകുകയാണെന്നുള്ളത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സെക്യൂരിറ്റീസ് അവർ വളരെ ബുള്ളിഷാണ് ഡിഫൻസ് സെക്ടറിനെ കുറിച്ച്. ഡിഫൻസ് സെക്ടറിൽ അവർ പറയുന്ന, പക്ഷേ അവർ ചില കാര്യങ്ങൾ വളരെ കൺസേൺഡ് ആണ്. കാര്യം അവർ പറയുന്നത് എന്താ പറയണ്ടേ, BDL കണക്കുള്ള കമ്പനികൾക്ക് എക്സിക്യൂഷൻ റിമെയിൻസ് റിസ്കിലാണ്. കാര്യം സപ്ലൈ ചെയിൻ കൺസ്ട്രെയിൻസ് ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട്. പക്ഷേ അവർ ചില സ്റ്റോക്സിൽ അവർ ബുള്ളിഷാണ്, ICICI സെക്യൂരിറ്റീസ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊന്നും ടൈം ഫ്രെയിം ഇല്ലാതെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ICICI സെക്യൂരിറ്റി ബുള്ളിഷായിരിക്കുന്ന അസ്ട്ര മൈക്രോവേവിലാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ടാർഗറ്റ് പ്രൈസ് 935 ആണ്. ആസാദ് എഞ്ചിനീയറിംഗിൽ ഒരു ബുള്ളിഷാണ്, 1750 അവരെ സംബന്ധിച്ച് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. അവർ ഭാരത് ഡൈനാമിക്സ് ബുള്ളിഷാണ്, 1745 അവർ ആഡ് ലെവൽ കൊടുത്തിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് അവർ ബുള്ളിഷാണ്, 300 അവർ ടാർഗറ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഡൈനാമാറ്റിക് ടെക്നോളജി അവർ ബുള്ളിഷാണ്, 10,250 അവർ ടാർഗറ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ സോളാർ ഇൻഡസ്ട്രീസിൽ അവർ ബുള്ളിഷാണ്, 13,250 ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. മാരുതി ഷെയർ വീണ്ടും തേസ്ഡേ വീണ്ടും ഫോക്കസിലേക്ക് വരുവാണ്. കാര്യം മാരുതിയുടെ ഏറ്റവും
ഏറ്റവും വലിയ ഡെവലപ്മെൻ്റ് ആണ് വരാൻ പോകുന്നത്. മാരുതിയുടെ പേരന്റ് കമ്പനി അടുത്ത 10 കൊല്ലത്തേക്കുള്ള സ്ട്രാറ്റജി അവർ അൺവെയിൽ ചെയ്യുവാണ്. ടെക്നോളജി ദാറ്റ് മിനിമൈസസ് എനർജി കൺസപ്ഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് മുതൽ റീസൈക്ലിംഗ് വരെ അവർ കാർബൺ ന്യൂട്രൽ ഒരു വേൾഡിലേക്ക് ഒരു സപ്പോർട്ട് എയിം ചെയ്തുകൊണ്ടാണ് അവരുടെ പുതിയ സ്ട്രാറ്റജി വരാൻ പോകുന്നത്. അവർ ശ്രദ്ധിക്കുന്ന 3-4 കോർ പോയിന്റ്. ഒന്ന് ലൈറ്റ് വെയിറ്റ് ആൻഡ് സേഫ്റ്റി ബോഡിയാണ്. സോ അതാണ് ഒന്നാമത്തെ കാര്യം. അത് കാർബൺ റിഡക്ഷൻ മാത്രമല്ല, സുസുക്കിയുടെ ഒരു ഫിലോസഫി വെച്ച് അവർ ദേ ആർ കമ്മിറ്റഡ് ഫോർ കാർബൺ റിഡക്ഷൻ. അതിനോടൊപ്പം തന്നെ ദേ ആർ കമ്മിറ്റഡ് ഫോർ സേഫ്റ്റി ഓഫ് ദി ബോഡി ആൻഡ് ലൈറ്റ് വെയിറ്റ്. സോ ഹെർടെക് ടെക്നോളജിയാണ് അവർ ഓൾറെഡി ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലീൻ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ് അവരുടെ അടുത്ത സ്ട്രാറ്റജി പോയിന്റ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്ട്രാറ്റജി പോയിന്റ് അവർ പ്ലാൻ ചെയ്തത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആൻഡ് കാർബൺ ന്യൂട്രൽ ഫ്യൂൽ വെച്ചുള്ള ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സോ അവർ 2023 അവർ ഡെവലപ്പ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു കുറേ കൂടി അഡ്വാൻസ് സ്റ്റേജാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഫ്യൂച്ചറിൽ അവർ ഹൈ എഫിഷ്യൻസി എഞ്ചിൻ വേൾഡ് വൈഡ് അവർ പ്ലാൻ ചെയ്യുന്നത് മിനിമൈസ് എനർജി കൺസപ്ഷൻ വേണ്ടിയാണ്. കാർബൺ ന്യൂട്രൽ ഫ്യൂല് എന്താ പറയേണ്ടത് കൊണ്ട് മിനിമൈസ് എനർജി കൺസപ്ഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് അവരിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിളാണ് അവർ അടുത്ത സ്ട്രാറ്റജി പോയിന്റ് അവർ പ്ലാൻ ചെയ്യുന്നത്. സുസുക്കി വിൽ ഡെവലപ്പ് ആൻഡ് പ്രൊവൈഡ് കസ്റ്റമേഴ്സിന് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിളാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ദാറ്റ് കസ്റ്റമർ അപ്ഡേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ അടുത്ത ഒരു പോയിന്റ് അവർ സ്ട്രാറ്റജിക്കായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്യാവുന്ന, അതുപോലെ തന്നെ അസംബ്ലി ഡിസൈനാണ്. കാരണം ഇനി റീസൈക്ലിങ്ങിൻ്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. പഴയ വണ്ടികൾക്കും ഫ്യൂച്ചർ വണ്ടികൾക്കും റീസൈക്ലിംഗ് ഫാസ്റ്റായി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസംബ്ലി ചെയ്യാനുള്ള ഒരു ഡിസൈനാണ് മാരുതി പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാരുതി സ്റ്റോക്സ് പ്രത്യേകിച്ച് വീണ്ടും ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്യൂസ്ഡേ നമ്മൾ കണ്ടു ഭാരതി എക്സാകോമിൻ്റെ സ്റ്റോക്ക് 9% കയറുന്നത്. കാര്യം JP മോർഗൻ എന്ന് പറയുന്ന ഗ്ലോബൽ ബ്രോക്കറേജ് അത് കവറേജ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലികോം ഇൻഫ്രയാണ് അവർ ഓവർ വെയിറ്റ് ടാഗാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അവർ കൊടുത്ത ടാർഗറ്റ് 1280 JP മോർഗൻ കൊടുത്ത ടാർഗറ്റ്. ഹെക്സാകോമിന് 20% റാലിയാണ് അവർ പ്രീവിയസ് ക്ലോസ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ JP മോർഗൻ അവരുടെ നോട്ട്സിൽ പറഞ്ഞിരിക്കുന്നത് ഹെക്സാകോം എന്ന് പറയുന്നത് ബെസ്റ്റ് പ്യുവർ പ്ലേ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസ് എന്ന് അവർ പറയുന്നത്. ഇതിനും ഒരു ടൈം ഫ്രെയിം ഇല്ല. എന്നെത്തും എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ച് ടൈം ഫ്രെയിംസ് ഒന്നുമില്ല, ജസ്റ്റ് നോട്ട്സ് മാത്രമേ ഉള്ളൂ. JP മോർഗൻ പറയുന്നത് അണ്ടർലൈൻ റിട്ടേൺസ് വിൽ റിമെയിൻ സുപ്പീരിയർ ആണ്. കമ്പനിയുടെ ARPU ആവറേജ് റേറ്റ് പെർ യൂസർ എന്നുള്ളതാണ് RPU എന്ന് പറയുന്നത് only 2% ലോവർ ദാൻ ഭാരതി എയർടെൽ എന്നാണ് അവർ പറയുന്നത്. സോ അവർ JP മോർഗൻ എക്സ്പെക്ട് ചെയ്യുന്നത് 2025 ഫിനാൻഷ്യൽ ഇയറിൽ 15% ഹൈക്ക് ഇൻ താരിഫാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഹൈക്ക് വിൽ ഈ ഒരു 50% താരിഫ് ഹൈക്ക് വന്നാൽ അത് ദിസ് വിൽ ഡ്രൈവ് 17% ആൻഡ് 20% റവന്യൂ ആൻഡ് എബിറ്റ റെസ്പെക്റ്റീവ്ലി എന്നാണ് അവർ പറയുന്നത്. ഫിനാൻഷ്യൽ 24-27 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. വരുൺ ബിവറേജിന്റെ സ്റ്റോക്ക് 1900 അടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി FMCG മേജർ വരുൺ ബിവറേജ് ബേസിക്കലി പെപ്സിക്കുമായിട്ട് ഒരു മാനുഫാക്ചറിംഗ് ടൈപ്പിൽ ആയിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെൽ സ്നാക്ക് ഫുഡ് സിംബാബ്വേയിലും സാംബിയയിലും അവർ പെപ്സിക്ക് വേണ്ടി അവർ ടൈപ്പ് ആയിട്ടുണ്ട്. അക്കോർഡിംഗ് മോട്ടിലാൽ ഒസ്വാൾ പറയുന്നത് ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് BBLൻ്റെ സ്നാക്ക് ഫുഡ് ബിസിനസ്സിന് ഒരു ഹ്യൂജ് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. BBL ഓൾറെഡി കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 287% കയറിയ ഒരു കമ്പനിയാണ്. എക്സലൻറ്റ് റിസൾട്ട് കൊടുത്തൊരു കമ്പനിയാണ് ഈ വരുൺ ബിവറേജസ്. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ പ്രതീക്ഷ പ്രകാരം ഒരു ടാക്സ് ഇൻസെൻറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോസിബിൾ ഇൻട്രഡക്ഷൻ ഓഫ് ഡെബ് ലിങ്ക്ഡ് സേവിംഗ് സ്കീം വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. അടുത്ത പോയിന്റ് ബജാജ് ഓട്ടോ എക്സലന്റ് റിസൾട്ടാണ് തന്നത്. പക്ഷേ ബജാജ് ഓട്ടോയുടെ കണ്ടിന്യൂസ് ടു അണ്ടർ പെർഫോം ഇൻ ആഫ്രിക്കയാണ്. ബിക്കോസ് ആഫ്രിക്കയുടെ ഇൻഫ്ലേഷൻ ഒരു കാരണവശാലും കമ്പനിയുടെ സെയിൽസിനെ പുഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. കമ്പനിയുടെ എക്സ്പോർട്ട് 40% ഡ്രോപ്പ് ആയിരിക്കുന്ന ആഫ്രിക്കയിൽ. പക്ഷേ അവർ മേക്കപ്പ് ചെയ്യേണ്ടത് മിഡിൽ ഈസ്റ്റ് 20% കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കമ്പനിക്ക് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നൊരു വലിയൊരു പ്ലസ് പോയിന്റാണ്. NBCC ഒരു 100 കോടിയുടെ പ്രൊജക്ട് NBCC അവാർഡഡ് ആണ് ഇൻ ഹൈദരാബാദ്. പ്രൊജക്ട് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ട്രെയിനിങ് സെന്റർ ആൻഡ് റിനോവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് REC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ മാനേജ്മെന്റ് ട്രെയിനിങ് ബിൽഡിംഗ്സ് ആണ്. പ്രൊജക്ട് 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഫെസിലിറ്റി, അത് 60 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബിൽഡിങ്ങിനും ട്രെയിനിങ് സെന്ററും ഒക്കെ കൂടെ. രണ്ടാമത്തെ റിനോവേഷൻ ആൻഡ് അപ്ഗ്രേഡ്സ് ആണ്, അതിനുവേണ്ടി 40 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്.